friends, welcome back to my YouTube channel. It's me, Aparna. So, today we are going to learn a new topic, factors affecting gender discrimination. സോ അതിൽ നമ്മൾ പഠിക്കുന്ന ഇന്നത്തെ ടോപ്പിക്സിൽ റിലീജിയസ് ഫാക്ടേഴ്സ്, ഫിസിക്കൽ, സോഷ്യോളജിക്കൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് വരും. ദെൻ ജെൻഡർ റോൾ ഇൻഫ്ലുവൻസസ് ആണ്, അത് ഫാമിലിയിലും കൾച്ചർ ആൻഡ് മീഡിയയിലുള്ള ജെൻഡർ റോൾ ഇൻഫ്ലുവൻസസും ആണ് പഠിക്കുന്നത്. സോ ഇത് വായിച്ചാലും അല്ലെ നമുക്ക് കോൺവേർഡ്സിൽ എഴുതാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. സോ അതിലാദ്യം റിലീജിയസ് ഫാക്ടേഴ്സ് ആണ് ഇപ്പൊ നോക്കുന്നത്. സോ റിലീജിയസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ റിലീജിയൻ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിസ്ക്രിമിനേറ്റിംഗ് ഇൻഡിവിജ്വൽസ് ബേസ്ഡ് ഓൺ ജെൻഡർ മോർ ദാൻ ഫാമിലി ഓർ ദ കൾച്ചർ ഡസ് എന്ന് നമുക്ക് പറയാം. അതായത് ഒരു ഫാമിലി കൾച്ചറിനേക്കാൾ ഉപരി ഒരു റിലീജിയൻ ജെൻഡർ ഡിസ്ക്രിമിനേഷന് മെയിൻ കോസ് വഹിക്കുന്നുണ്ട്, കാരണക്കാരാണ്. സോ അത് എങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാൽ റിലീജിയൻ ലീഡേഴ്സ് ആർ അതോറിറ്റീസ് where reinforce gender bias and discrimination എന്ന് നമുക്ക് പറയാം. അതുപോലെ വീക്കർ സെക്ഷൻസിന് ആക്ച്വൽ ഫ്രീഡംസ് ഒന്നും റിലീജിയൻസ് നൽകാറില്ല, അവിടെയും ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാം. അതുപോലെ വിമനിന്റെ റിലീജിയസ് ആക്ടിവിറ്റീസിലുള്ള പാർട്ടിസിപ്പേഷൻ അവിടെ ലിമിറ്റ് ചെയ്ത ചില റിലീജിയൻ നമുക്ക് കാണാം. അങ്ങനെ ഓവറോൾ ആയിട്ട് റിലീജിയസിൽ ഒരുപാട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതാണ് ഈ ഒരു കുറച്ച് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഫിസിക്കൽ ഫാക്ടേഴ്സ് ആണ്. നമുക്കറിയാം എന്തൊക്കെ ഫിസിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഇൻഫാക്ട് ദാറ്റ് മെൻ ആർ സ്ട്രോങ്ങർ ദാൻ വിമൻ, നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് പുരുഷന്മാരാണ് സ്ത്രീകളെക്കാൾ വലിയ ശക്തർ എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ മെന്നിന്റെ മസിൽസ് ഒക്കെ വളരെ സ്ട്രോങ്ങർ ആണ്. കാരണം ഇൻ യങ്ങർ ഏജ് മുതൽ തന്നെ അവർക്ക് ഗുഡ് ന്യൂട്രീഷൻസ് ആണ് ലഭിക്കുന്നത്. സോ അതുകൊണ്ട് മസിൽസ് ആർ സ്ട്രോങ്ങർ എന്ന് പറയാം, ആരുടെ? മെന്നിന്റെ. സോ അത് മാത്രമല്ല, ഒരു കുട്ടിയെ നോക്കുന്ന കാര്യത്തിലും റിപ്രൊഡക്റ്റീവ് കെയർ ഒക്കെ നൽകുന്നത് ആരാണ്? വിമൻ ആണ്. സോ അവരുടെ ഹെൽത്ത് അത്ര ഓക്കെ ആകണമെന്നില്ല. അതുപോലെ ബയോളജിക്കൽ ആയിട്ടുള്ള ഡിഫറൻസസും ജെൻഡർ സ്റ്റീരിയോ ടൈപ്സും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഫിസിക്കൽ സ്ട്രെങ്ത് ആൻഡ് എബിലിറ്റിയും നമുക്കറിയാം, മെന്നിൻ്റെതും വിമനിൻ്റെതും വേർതിരിവ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഈ ഒരു പോയിന്റ്സിലൊക്കെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഫിസിക്കലി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് അനദർ ഫാക്ടർ ഇസ് സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ്. ഇതിൽ പറയുന്ന ഓൾമോസ്റ്റ് എല്ലാ പോയിന്റും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് പോവേർട്ടി. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ 30% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ഇസ് ബിലോ പോവേർട്ടി ലൈൻ ആൻഡ് 70% ഓഫ് വിച്ച് കംപ്രൈസസ് വിമൻ എന്ന് പറയാം. നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ 30%, നമ്മുടെ ടോട്ടൽ ജനസംഖ്യയിലെ 30% പോവേർട്ടി ലൈനിലാണ്. അതിൽ തന്നെ 70% ആൾക്കാരും ആരാണ്? സ്ത്രീകളാണ് പോവേർട്ടിയിൽ വരുന്നത്. സോ പോവേർട്ടി എന്ന് പറയുന്നതും ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷന് കാരണമാകാം സ്ത്രീകളെ സംബന്ധിച്ചിട്ട്. ഓക്കെ, ദെൻ ഇല്ലിറ്ററസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലിറ്ററസി സ്ത്രീകളെ സംബന്ധിച്ച് കുറവാണ്. സോ അതും ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷന് കാരണമാകാം. ഒരുപാട് റിപ്പോർട്ടേഴ്സിൽ എന്താണ് they say that even though the rate of literacy increases it is very less among the women എന്ന് പറയുന്നുണ്ട്. അതിനുള്ള കാരണം എന്തൊക്കെയാണ്? നമുക്കറിയാം എന്താണ്, അവർ റെഡി ആവുന്നില്ല. ചില വിമൻ ആർ നോട്ട് റെഡി ഫോർ ഗെറ്റിംഗ് ലിറ്ററസി ഓർ ഗെറ്റിംഗ് എഡ്യൂക്കേഷൻ എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ഈ ലിറ്ററസി ഇല്ലാത്തത് കൊണ്ടാണ് എന്താണ് മിക്ക ഫാമിലീസിലും ഒരു വിമനിന് ഡിസിഷൻ മേക്കിംഗ് പവർ ആയിക്കോട്ടെ ഫ്രീഡം ആയിക്കോട്ടെ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. സോ അങ്ങനെ ഇല്ലിറ്ററസി ഒരു ഫാക്ടറായിട്ട് പറയാം. അതുപോലെ അടുത്ത ഒരു ഫാക്ടർ ആണ് എന്ത്? ലാക്ക് ഓഫ് എംപ്ലോയ്മെന്റ് ഫെസിലിറ്റീസ്. നമുക്കറിയാം എന്താണ് വിമൻ ഇസ് ഫാക്ട് ആർ സ്ട്രഗിളിംഗ് ടു റിസോൾവ് ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ട്രഡീഷണൽ ഡൊമസ്റ്റിക് റോൾ ആൻഡ് ന്യൂ സോഷ്യോ എക്കണോമിക് റോൾ എന്ന് നമുക്ക് പറയാം. ചില ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് പണ്ട് മുതലേ ഉള്ള ഒരു ട്രഡീഷൻ ആണ് സ്ത്രീകൾ എന്ന് പറയുന്നത് കുട്ടികളെയും അതുപോലെ ഹോം നോക്കി നടത്തുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. സോ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, അതായത് ടേക്ക് കെയർ ഓഫ് ചിൽഡ്രൻ അതുപോലെ ഡൊമസ്റ്റിക് വർക്ക് മാത്രം നോക്കി നടത്തേണ്ട അവസ്ഥ ഉള്ളത് കൊണ്ട് ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് സ്ത്രീകളെ സംബന്ധിച്ചിട്ട് റിജക്റ്റ് ആയി പോകുന്ന അവസ്ഥയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതാണ് ലാക്ക് ഓഫ് എംപ്ലോയ്മെന്റ് ഫെസിലിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പിന്നെ മറ്റൊരു പോയിന്റ് ആണ് സോഷ്യൽ കസ്റ്റംസ്, ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ്. നമുക്കറിയാം ഒരുപാട് പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള കസ്റ്റംസും പ്രാക്ടീസും നമുക്ക് ഈ ഒരു വിമനിന് ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ഇന്ത്യയിലെ മെയിനായിട്ട് റൂറൽ ഏരിയയിലുള്ള ഇന്ത്യയിലെ റൂറൽ ഏരിയാസിലാണ് ഇത്തരം സോഷ്യൽ കസ്റ്റംസ്, ബിലീഫ്, പ്രാക്ടീസസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് മീൻസ് കാണുന്നത്. ഓക്കെ, ദെൻ സോഷ്യൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടറും ഈ സോഷ്യോളജിക്കൽ ഫാക്ടറിൽ വരുന്നതാണ്. നമുക്കറിയാം വിമൻ ആർ എക്സ്പ്ലോയിറ്റഡ് ടു എ ലാർജ് എക്സ്റ്റെൻഡഡ് സൊസൈറ്റി എന്ന് പറയാം. കാരണം നമ്മുടെ സ്ത്രീകള് ഇന്ന് സമൂഹത്തിൽ ഒരുപാട് സെക്ഷൽ ഹറാസ്മെന്റും ഹ്യൂമിലേഷനും അതുപോലെ അവർക്ക് നീതി ലഭിക്കാത്ത അവസ്ഥ, അവരുടെ റൈറ്റ്സ് ഒരുപാട് സ്ഥലങ്ങളിൽ കൊടുക്കാത്ത അവസ്ഥകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇത് എന്തിന് കാരണമാകാം? ഒരു സ്ത്രീയെ അടിച്ചമർത്തപ്പെടുന്ന സപ്രഷൻ അതായത് അവര് സപ്രഷനും അതുപോലെ സോഷ്യൽ അട്രോസിറ്റീസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട്. ഇത്തരം സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സും എന്തിന് കാരണമാകാം എന്ന് പറയാം? ജെൻഡർ ഡിസ്ക്രിമിനേഷന് കാരണമാകുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഫാക്ടർ ആണ് ലാക്ക് ഓഫ് അവെയർനെസ് എമംഗ് വിമൻ എന്ന് പറയാം. അതായത് നമുക്കറിയാം ദിസ് ഈസ് ദ റിയൽ ആൻഡ് മേജർ കോസ് ഓഫ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് നമുക്ക് പറയാം. കാരണം നമ്മുടെ സ്ത്രീകള് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അവര് ഇല്ലിറ്ററസി ആണ്, ലിറ്ററസി റേറ്റ് അവർക്ക് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ്, സ്ത്രീകൾക്ക് വിമൻ ആർ അൺഅവെയർ ഓഫ് ദിയർ റൈറ്റ്സ് ആൻഡ് എബൌട്ട് ദ ലീഗൽ പ്രൊവിഷൻ അവൈലബിൾ ഫോർ ദം. അവർക്കുള്ള അവകാശങ്ങളെ പറ്റി ഒന്നും ഇവർക്കൊരു ധാരണയില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന മിക്ക വെൽഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇവർക്കൊരു അറിവില്ല. സോ ഇത് എന്തുകൊണ്ടാവാം? മേ ബി ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ടും ഇത്തരം ലാക്ക് ഓഫ് അവെയർനെസ് സ്ത്രീകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അതും ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒരു കോസ് ആയിട്ട് പറയാം. ആൻഡ് മൈൻഡ് സെറ്റ് ഓഫ് വിമൻ ആണ് ലാസ്റ്റ് ആയിട്ട് പറയുന്ന സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത്. എന്താണ് മൈൻഡ് സെറ്റ് ഓഫ് വിമൻ? ഇതൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് പറയാം. കാരണം അതായത് പണ്ട് മുതലേ നമുക്ക് മീൻസ് അറിയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് സ്ത്രീകൾ, പുരുഷന്മാര് വീട്ടുജോലി ചെയ്യാൻ പാടില്ല, കുക്ക് ചെയ്യാൻ പാടില്ല, അവരെ കൊണ്ട് മുറ്റടിച്ച് വാരിപ്പിക്കരുത്, അങ്ങനെയുള്ള പഴയ ഒരു എന്താ പറയാ വിശ്വാസങ്ങൾ, ഒരു മൈൻഡ് സെറ്റ് പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ട്. സോ അത് ചില സ്ത്രീകൾ ഫോളോ ചെയ്തുകൊണ്ട് വരികയാണ്. സോ അത് ഒരിക്കലും അവരെ മാറ്റാനായിട്ട് സാധിക്കില്ല. അപ്പം ഇത് എന്തിന് കാരണമാകാം? അവർക്ക് ഉള്ള ആ ഒരു എന്താ പറയാ ഹോം എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാത്രം, അവർ പുറം ലോകത്തോട്ടേക്ക് വരാതെ നിൽക്കുന്നതും ഇത്തരം എന്താ പറയാ വിശ്വാസങ്ങൾ ഉള്ളത് കൊണ്ടാണ്. സോ അത് ദ റിസൾട്ട് ഇസ് ദാറ്റ് വിമൻ ഡു നോട്ട് വാണ്ട് ടു നോ അബൌട്ട് അതുകൊണ്ട് അവർക്ക് അവരുടെ റൈറ്റ്സോ എംപ്ലോയ്മെന്റ് ഫെസിലിറ്റീസിനെ കുറിച്ചോ അറിയേണ്ട ആവശ്യമില്ല. സോ ഇതൊക്കെയാണ് സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് എക്കണോമിക് ഫാക്ടേഴ്സ്. എന്താണ് എക്കണോമിക് ഫാക്ടേഴ്സ്? നമുക്കറിയാം നമ്മുടെ ചില ജോലി സ്ഥലങ്ങളിൽ, അതായത് വിമൻ ഇൻ ദ യങ് ഏജ് ഡിപ്പെൻസ്, നമുക്കറിയാം പണ്ട് മുതലേ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ പണ്ട് ചെറുപ്പത്തില് പെൺകുട്ടികള് എന്താണ് ഫാദറിനോടാണ് പൈസക്കൊക്കെ ചോദിക്കുക. അത് കുറച്ച് വലുതായി മാരീഡ് ആയതിനു ശേഷം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? യെസ്, ഓഫ് കോഴ്സ് ഹസ്ബൻഡിനോടാണ് അല്ലെ. ദെൻ അത് കുറച്ച് ഏജ്ഡ് ആയി കഴിഞ്ഞാൽ മകൻ ഉണ്ടെങ്കിൽ മകനോടാണ് നമ്മൾ ചോദിക്കുക. സോ അങ്ങനെയുള്ള ഒരു പഴയ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ഇപ്പോഴെന്നല്ല, പണ്ട് ഉണ്ടായിരുന്നു. സോ അത്തരം ഡിപ്പെൻഡൻസി, എക്കണോമിക് ഡിപ്പെൻഡൻസി നമ്മൾ കാണാം. സോ അതുകൊണ്ട് തന്നെ സ്ത്രീകള് എക്കണോമിക് ഫ്രീഡം അവർ അനുഭവിച്ചിട്ടില്ല. സോ നമുക്ക് അത്തരം എക്കണോമിക് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ വിമനിന് ഫേസ് ചെയ്യുന്നത്, ഒന്ന് ജോലി സ്ഥലങ്ങളിൽ എന്താണ് പുരുഷന് കൊടുക്കുന്നത് മെന്നിന് കൊടുക്കുന്ന രീതിയിലുള്ള വേജസ് കൊടുക്കാതെ അവരെ അൺഈക്വലി ട്രീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതായാലും ട്രെയിനിങ്ങിലും അവർക്ക് സ്ത്രീകളെ സംബന്ധിച്ച് ലിമിറ്റഡ് ആണ്. അതുപോലെ അവർ അതാണ് ഇപ്പം പറഞ്ഞ പോയിന്റ് ആണ് ലാക്ക് ഓഫ് എക്കണോമിക് എംപവർമെന്റ് ആൻഡ് ഇൻഡിപെൻഡൻസ്. പിന്നെ ഒക്യുപ്പേഷണൽ സെഗ്രിഗേഷനും ജെൻഡർ ജോബ് റോൾ, അതായത് സ്ത്രീക്ക് പുരുഷന് കൊടുക്കുന്ന ഒരു വേർതിരിവുണ്ട് റോൾ. ഇപ്പൊ ഒരു വർക്കിംഗ് സൈറ്റ് പോലും ഒരു വേർതിരിവ് കാണാം. സോ ഇതും ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷന് കാരണമാകാം. സോ ഇത്രയും ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷനുമായി റിലേറ്റ് ചെയ്യുന്നത്. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, അല്ലെ വാട്ട് ആർ ദ കോസസ് ഫോർ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ ചോദിച്ചാൽ അതിൽ നമുക്ക് ഇത്രയും ഫാക്ടേഴ്സ് അതിന്റെ സബ് പോയിന്റ്സും ഓർത്ത് വെക്കാം. നമുക്ക് ദെൻ
തന്നെ എഴുതാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അതൊക്കെ റിലീജിയസും പൊളിറ്റിക്കലും എക്കണോമിക്കും സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് തന്നെ എഴുതാൻ പറ്റും. സോ കോൺസെപ്റ്റ് അറിഞ്ഞാൽ ഇസ് ഇറ്റ് ക്ലിയർ, ഇറ്റ് ഇസ് വെരി ക്ലിയർ എന്നാ പറയാം. ഓക്കെ, അതുപോലെ പൊളിറ്റിക്കൽ ഇനി പറയാതെ ഒരു ഏരിയ ആണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. സോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്നറിയാം, അതായത് നമുക്ക് സ്ത്രീകള് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഏരിയയിലോട്ടേക്ക് വരാൻ കുറേ ട്രഡീഷണൽ, പ്രത്യേകിച്ച് റൂറൽ ഏരിയയിലുള്ള ലേഡീസ് മടിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇനി എന്തെങ്കിലും ലോസും കാര്യങ്ങളും വരുന്നതിലും അതിലും ജെൻഡർ ഇനീക്വാളിറ്റി കാണാം. ഓക്കെ, പ്രോഗ്രാം ആയാലും പോളിസീസ്, ഇതിലൊക്കെ ഒരു ജെൻഡർ ഇനീക്വാളിറ്റി ആണ് കാണുന്നത്. ഓക്കെ, സോ ഇതാണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിലും പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത ഒരു കോൺസെപ്റ്റ് ആണ് ജെൻഡർ റോൾസ് ഇൻഫ്ലുവൻസ് ഓഫ് ഫാമിലി. സോറി, ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ജെൻഡർ റോൾ ആണ്, ROLES ആണ്. ഓക്കെ, സോ അതില് എന്താണ് ആദ്യത്തെ നമ്മൾ പഠിക്കുന്നതാണ് ഇൻഫ്ലുവൻസ് ഓഫ് ഫാമിലി. ഫാമിലിയിൽ എങ്ങനെയാണ് ഒരു ജെൻഡറിനെ ട്രീറ്റ് ചെയ്യുന്നത്, അതിൽ ഇത്രയും പോയിന്റ്സ് പറയുന്നുണ്ട്. എന്താണ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്, ഫസ്റ്റ് നമുക്ക് പറയാം at the time of birth. നമുക്കറിയാം family is an important institution ആണ് which determine the role for each gender from the early stage of a person's life എന്ന് നമുക്ക് കോമൺ ആയിട്ട് പറയാം അല്ലെ. സോ അതില് at the time of birth, ഒരു ജനനം മുതൽ തന്നെ ജെൻഡർ റോൾ എങ്ങനെയാണ് കാണുന്നത്, അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് പറയാം. എന്താണ്, ഇന്നലെ നമ്മൾ പഠിച്ചു ഫീമെയിൽ ഇൻഫാന്റിസൈഡ് അല്ലെ. ഒരു കുട്ടി ജനിച്ച് ഒരു വയസ്സാകുന്നതിന് മുൻപ് തന്നെ ആ കുട്ടിയെ ഫീഡ് ചെയ്യാതെയും ഓർഗാനിക് ഇൻഓർഗാനിക് കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട് ആ കുട്ടിയെ കില്ല് ചെയ്യുന്ന ഒരു അവസ്ഥ അല്ലെ. പെൺകുട്ടികളാണ് എങ്കിൽ മേ ബി അത് പോവേർട്ടി അല്ലെങ്കിൽ ചില ഫാക്ടേഴ്സ് കൊണ്ട് ഇങ്ങനെ ഫീമെയിൽ ഇൻഫാന്റിസൈഡ്, ഫീമെയിലിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഫീമെയിൽ എന്ന ജെൻഡറിനോട് നമുക്കൊരു ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് കാണുന്നത്. സോ അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ആ ഒരു പോയിന്റ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് കൂടാണ്ട് മറ്റ് എക്സാമ്പിൾസ്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ പെൺകുട്ടി ആണ് എങ്കിൽ പെൺകുട്ടിക്ക് നമ്മൾ ഫാമിലിയിൽ അവർ ടോയ്സ് വാങ്ങിക്കൊടുക്കുമ്പോൾ തന്നെ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാം അല്ലെ. പെൺകുട്ടികളാണ് എങ്കിൽ ആ കുട്ടികൾക്ക് കിച്ചൺ സെറ്റ്, ഡോള് പോലത്തെ കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു. ബോയ്സിന്, ഒരു ആൺകുട്ടിയാണ് എങ്കിൽ അവർക്ക് ഗണ്ണ്, മോട്ടോർ വെഹിക്കിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്ലേയിങ് സ്റ്റേജ് മുതൽ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഫാമിലി അങ്ങനെയാണ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ജെൻഡറിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡ്രസ്സസിന്റെയും ഹെയർ സ്റ്റൈലിലും തന്നെ വ്യത്യാസമുണ്ട് അല്ലെ. ഉടുപ്പ് പോലത്തെ കാര്യങ്ങളാണ് പെൺകുട്ടികൾക്ക് കൊടുക്കുക. അതുപോലെ പെൺകുട്ടികളുടെ മുടി എന്താ പറയാ വളർത്തുന്നുണ്ട്, പക്ഷെ ആ ഒരു രീതിയിലാണ് വളർത്തുന്നത്. ആൺകുട്ടികൾ അങ്ങനെ വളർത്താതെ മൊട്ടയടിപ്പിച്ചിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഫിസിക്കൽ അപ്പിയറൻസിൽ നോക്കുവാണ് എങ്കിൽ എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, ഒരു ആൺകുട്ടിയാണ് എങ്കിൽ അവരുടെ ഹൈറ്റ് വെയിറ്റിലൊക്കെ ഉണ്ട്, ഹൈറ്റിലും വെയിറ്റിലൊക്കെ ഫിസിക്കൽ അപ്പിയറൻസിൽ ഇപ്പൊ ബോയ് എന്തായിരിക്കണം, ഫീമെയിൽ ആർ എക്സ്പെക്ടഡ് ടു തിൻ ആണ് അവർ സൊസൈറ്റി കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ മെൻ ആണെങ്കിൽ ഷോർട്ട് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, സോറി, അതായത് ഫീമെയിൽ ആർ എക്സ്പെക്ടഡ് ടു തിൻ ആൻഡ് ഷോർട്ട് കമ്പയർ ടു മെൻസ്. അതായത് ഒരു മെന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫീമെയിലിനെ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഫിസിക്കലി ഷോർട്ടും തിന്നുമായിട്ടാണ്. ഓക്കെ, ഇനി ബിഹേവിയർ അറ്റ് ഹോം, വീട്ടിൽ നോക്കുവാണ് എങ്കിൽ വിമൻ ആർ എക്സ്പെക്ടഡ് ടു കാം ക്വൈറ്റ് വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. പക്ഷെ മെന്നിനെ കമ്പയർ ചെയ്യുമ്പം അവർ ലേസി സ്ട്രോങ്ങും ആണ്. ഓക്കെ അല്ലെ. നമുക്കറിയാം ഒരു പെൺകുട്ടിയാണ് എങ്കിൽ വീട്ടിൽ എന്താ പറയാ 6 മണി ആ സമയമാകുമ്പോഴേക്ക് തന്നെ എണീക്കണം. അങ്ങനെയുള്ള ഒരു പഴയ ഒരു ലോജിക്കിലാണ് ഫാമിലി ഒരു ഫീമെയിലിനെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ ആൺകുട്ടികൾക്കാണെങ്കിൽ ആ ഒരു ടൈം ലിമിറ്റും ഇല്ല, അവർക്ക് ഏത് സമയത്തിൽ വേണമെങ്കിലും ഉറങ്ങി എണീക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. സോ അതാണ് അവിടെ ബിഹേവിയർ അറ്റ് ഹോമിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ ഒരു ഫുഡ് സെർവ് ചെയ്യുന്നതിലും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ചില വീടുകളിൽ ആൺകുട്ടികൾക്കാണ്. എന്നിട്ട് മാത്രമേ ഒരു മെൻ ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രമാണ് പെൺകുട്ടികൾ കഴിക്കാൻ പാടുള്ളൂ അല്ലെ സ്ത്രീകൾ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പണ്ട് മുതൽ ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പം മാരേജിന്റെ കാര്യത്തിൽ നോക്കുകയാണ് എങ്കിൽ എന്താണ് ദൗറി സിസ്റ്റം അല്ലെ. പെൺകുട്ടികൾക്കാണ് ദൗറി കൊടുക്കുന്നത്, നേരെ മറിച്ച് ആൺകുട്ടികൾക്ക് ദൗറി കൊടുക്കുന്നുണ്ടോ? ഇല്ല.
അതുപോലെ ഏർലിയർ ഏജിൽ തന്നെ പെൺകുട്ടികളെ പണ്ട് കാലങ്ങളിൽ കല്യാണം കഴിച്ചു വിടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. സോ അവിടെയും ഫാമിലിയിൽ ജെൻഡർ റോൾ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫ്രീഡത്തിന്റെ കേസിലായാലും ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിലോ അല്ല ഒരു ലൈഫ് പാർട്ട്ണറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിലും ഗേൾസിനെ സംബന്ധിച്ച് അവർക്ക് ലിമിറ്റഡ് ആണ്, അവർക്ക് അത്ര പ്രയോറിറ്റി ഒന്നും ഇല്ല. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ ഫീൽഡിൽ വരുന്ന സമയത്ത് നമുക്കറിയാം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ റൂറൽ ഏരിയാസിൽ, എസ്പെഷ്യലി റൂറൽ ഏരിയാസിൽ എത്ര പെൺകുട്ടികൾ എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം വളരെ കുറവായിരിക്കും. കാരണം റൂറൽ ഏരിയാസിൽ പെൺകുട്ടികൾ എഡ്യൂക്കേഷൻ കുറവാണ്, അവരെ വീട്ടിൽ നിന്ന് പഠിക്കാൻ വിടാത്ത ഒരവസ്ഥ ഉണ്ട്, അവരെ ഏർലി തന്നെ മാരേജ് ചെയ്യിപ്പിച്ച് വിടുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് അവർ ഹയർ സ്റ്റഡീസിൽ പോകാതെ ചില കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ചെയ്തതും ഒക്കെ കാണാം. ഓക്കെ, ഇനി ജോബ് എക്സ്പെക്ടേഷൻസ് എന്ന് പറയുമ്പം ആ ഒരു കോൺസെപ്റ്റിൽ മനസ്സിലാക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഏർലി ഏജ് മുതൽ തന്നെ ഒരു പെൺകുട്ടിയാണ് എങ്കിൽ ആ പെൺകുട്ടിയോട് പറഞ്ഞു വരുന്നത് നീ വലുതായാൽ ടീച്ചർ ആകും, ആ ഒരു കോൺസെപ്റ്റ് ആണ്, ടീച്ചർ ആണ് അങ്ങനെയുള്ളത്. ഇനി ആൺകുട്ടികളോട് പറയുമ്പം നീ ഒരു എന്താ പറയാ വാറിൽ അറ്റൻഡ് ചെയ്യുന്നു, നീ ഫ്രീ ഫൈറ്റർ ആണ്, ഫയർ ഫൈറ്റർ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. സോ ഇത്തരം കാര്യങ്ങൾ ഒരു കുട്ടി പഠിച്ചു വരുന്നത്, ആ ഒരു പഠിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നത് ഫാമിലിയിൽ നിന്നും ഈ സോഷ്യൽ മീഡിയാസിൽ നിന്നൊക്കെ ഏർലിയർ സ്റ്റേജ് മുതൽ തന്നെ ഒരു കുട്ടി പഠിച്ച് വരികയാണ്. സോ ജോബ് എക്സ്പെക്ടേഷൻസും ആ ഒരു രീതിയിലാണ് ഫാമിലി കുട്ടികൾക്ക് കൊടുക്കുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ജെൻഡർ റോൾ ഇൻഫ്ലുവൻസ് ഓഫ് ഫാമിലി. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതാണ് എന്താണ് കൾച്ചർ, നമ്മുടെ ജെൻഡർ റോൾ ഇൻഫ്ലുവൻസ് ഓഫ് കൾച്ചർ. കൾച്ചർ എങ്ങനെയാണ് ജെൻഡർ റോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? Okay, so culture also influence how men and women think about themselves within their gender role. So അതിലെ മെയിൻ ആയിട്ട് ഡ്രസ്സിംഗ് സ്റ്റൈലിന്റെ കാര്യം പറയാം. ഫോർ എക്സാമ്പിൾ, there is a vast difference in the dressing style based on gender. അതിൽ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം പർദ്ദ. അതായത് മുസ്ലിം ഫീമെയിൽസ് പർദ്ദ യൂസ് ചെയ്യുന്ന ആ ഒരു കൾച്ചറാണ് ജെൻഡർ റോൾ ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ളത്. സോ കൾച്ചറിൽ പറയുമ്പം ഡ്രസ്സിംഗ് സ്റ്റൈലിൽ മുസ്ലിം ഫീമെയിൽസ് പർദ്ദ ധരിക്കുന്നത്, അവരുടെ യൂസേജ് ഓഫ് പർദ്ദ ബൈ മുസ്ലിം ഫീമെയിൽസ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി മാരേജിന്റെ കാര്യം എടുക്കുമ്പം ഒരു ഹ്യൂജ് ഡിസ്ക്രിപ്പൻസീസ് ക്യാൻ ബി ഒബ്സർവ് ഇൻ മാരേജ് സിസ്റ്റം ബേസ്ഡ് ഓൺ ജെൻഡർ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, അതായത് ഇപ്പം ഒരു കല്യാണം കഴിഞ്ഞാൽ ഒരു സ്ത്രീ, ഒരു വിമൻ എന്താണ് ചെയ്യുക, വിമൻ ആർ ആസ്ക്ഡ് ടു വാക്ക് ബിഹൈൻഡ് ദ മാൻ ഇൻ സെറിമണി. ഇപ്പൊ ഏതൊരു സെറിമണിയിലും പോകണമെങ്കിൽ തന്റെ ഹസ്ബൻഡിന്റെ അടുക്കുന്ന പെർമിഷൻ വാങ്ങിയിട്ട് പോകുന്ന ഒരു അവസ്ഥ, അതാണ് മാരേജിൽ. അത് മാത്രമല്ല ദൗറി, ഫീമെയിൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫീമെയിൽ ഫാമിലിയാണ് ദൗറി കൊടുക്കുന്നത്. പിന്നെ മുസ്ലിം ബിലീവേഴ്സിന് തലാഖ് സിസ്റ്റം അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ് വിമൻ ആർ കൺസിഡേർഡ് ആസ് സ്ലേവ് ഇൻ മോസ്റ്റ് ഓഫ് ദ പാർട്സ് ഓഫ് അവർ നേഷൻ അറ്റ് ദിയർ ഹസ്ബൻഡ് ഹോം. അതായത് മിക്ക എന്താണ് തന്റെ ഹസ്ബൻഡിന്റെ ഹോമിൽ സ്ത്രീകളെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന പെൺകുട്ടിയെ അടിമയെ പോലെ കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതുപോലെ ഹിന്ദുസിനെ സംബന്ധിച്ച് വിമൻ ആർ എക്സ്പെക്ടഡ് ടു ലിവ് അറ്റ് ഹസ്ബൻഡ് ഹോം ആഫ്റ്റർ മാരേജ്. അതായത് ഒരു കല്യാണം കഴിച്ചതിന് ശേഷം ഭർത്തൃ വീട്ടിൽ ആണ് താമസിക്കേണ്ടത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. സോ ഇതൊരു കൾച്ചർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ജെൻഡറിനെ ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള ഒരു റോളാണ്. ഓക്കെ ഓക്കെ, ഇനി അടുത്തത് ടെമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള റിച്വൽസും സെറിമണിയിലും എങ്ങനെയാണ് ജെൻഡറിന്റെ റോള് കൾച്ചർ ഡിറ്റർമൈൻ ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എന്താണ് വി സ്പീക്ക് എ ലോട്ട് ദാറ്റ് ഓൾ ആർ ഈക്വൽ ബിഫോർ ഗോഡ് എന്ന് നമ്മൾ വാദോരാതെ പറയും. പക്ഷേ ബട്ട് സ്റ്റിൽ ദ നമ്പർ ഓഫ് റെസ്ട്രിക്ഷൻസ് അപ്പോൺ ഫീമെയിൽ റിലേറ്റഡ് ടു ടെമ്പിൾ റിച്വൽസ് ആൻഡ് സെറിമണീസ് അല്ലേ. നമുക്ക് അതിന് എക്സാമ്പിൾസ് ആയിട്ട് എങ്ങനെയൊക്കെ പറയാം. അതായത് നമ്മൾക്കറിയാം നമ്മുടെ കേരളം എന്ന് പറയുന്നത് 100% ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് ആണ് ഇന്ത്യയിൽ വെച്ചിട്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ട് നിൽക്കും. പക്ഷെ കേരളത്തിലാണ് കൂടുതലായിട്ടും ഇത്തരം ഡിസ്ക്രിമിനേഷൻസ് നമ്മൾ കണ്ടുവരുന്നത് അല്ലെ. ഒരു എക്സാമ്പിൾ പറയാം, എന്താണ് വിമൻ ആർ നോട്ട് അലൗഡ് ടു എനി ഓഫ് ദ ടെമ്പിൾസ് ഡ്യൂറിങ് ദ മെൻസ്ട്രൽ പീരിയഡ്.
അല്ല, മെൻസ്ട്രേഷൻ സമയത്ത് ഒരു പെൺകുട്ടി, പ്രത്യേകിച്ച് പെൺകുട്ടി ആയാലും സ്ത്രീകൾക്ക് അമ്പലങ്ങളിൽ പ്രവേശനമില്ല. ഓക്കെ. അതുപോലെ എന്താണ്, ഇപ്പം ദർ ഇസ് എ റെസ്ട്രിക്ഷൻ ടു എൻ്റർ ഇൻ ടു ടെമ്പിൾ ഇഫ് എ റിലേറ്റീവ് ഓഫ് മദേഴ്സ് ഗിവ് ബർത്ത് ടു ചൈൽഡ്, വെയർ ആസ് ഇഫ് ഇറ്റ് ഈസ് എ റിലേറ്റീവ് ഓഫ് ദ ഫാദർ ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ. അല്ലേ? അതായത് ഇപ്പൊ ഒരു സ്ത്രീ, അതായത് അമ്മ വീട്ടുകാർക്ക് എന്താണ് പ്രസവിച്ചു കഴിഞ്ഞാൽ, പ്രസവത്തിന് ശേഷം ബാലായിമയാണ്. നേരെ മറിച്ച് ഫാദറിന്റെ ഫാമിലീസിന് അത് ബാധകമല്ല. ഇനി അതുപോലെ തന്നെ ഇപ്പൊ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാല് എന്താണ്, നമ്മൾ അവിടെ പോകാത്ത ഒരു അമ്പലങ്ങളിൽ എൻട്രി ഇല്ല, റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഹിന്ദുയിസത്തിലും ഇസ്ലാമിലും ഇസ്ലാം ഇസ് കൺസിഡേർഡ് വിമൻ ആർ നോട്ട് അലൗഡ് ടു ഫോളോ ടു ഗ്രേവ് യാർഡ്. അതായത് ബറിയൽ, ഈ ശ്മശാനത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടാവാറില്ല ഈ ഒരു മരിച്ചു കഴിഞ്ഞാല്, ഹിന്ദുവിലായാലും അതുപോലെ മുസ്ലിംസിലും. ഓക്കെ. ആൻഡ് പിന്നെ എല്ലാ പ്രീസ്റ്റും, ഓൾ പ്രീസ്റ്റ് ആർ മെൻ, ഈവൻ ദോ ദർ ആർ നമ്പർ ഓഫ് ഫീമെയിൽ ഗോഡസ് ഇൻ അവർ കൺട്രി. നമ്മൾ ഈ നമ്മുടെ രാജ്യത്തില് ഒരുപാട് സ്ത്രീ ദേവികൾ ഉണ്ട് എങ്കിൽ പോലും അമ്പലങ്ങളില് പ്രീസ്റ്റ് ആയിട്ട് ഒരു സ്ത്രീയെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ എക്സ്പെക്ട് 1 or 2 ടെമ്പിൾസ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. അതായത് ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പം 2 or 3 അമ്പലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ അമ്പലങ്ങളിലും പ്രീസ്റ്റ് ആയിട്ട് മെൻ ആണ് ഉള്ളത്, പുരുഷന്മാരാണ്. ഇനി ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിലും നമുക്കൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഫീമെയിൽ പ്രീസ്റ്റിനെ കാണാനായിട്ടും സാധിക്കില്ല. സോ ഇതാണ് ടെമ്പിൾ റിലേറ്റഡ് റിച്വൽ ആൻഡ് സെറിമണിയിലെ കൾച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ജെൻഡർ റോൾസിൽ പറയുന്നത്. ഇനി ഇത് കൂടാണ്ട് വരുന്ന ഇൻഫ്ലുവൻസ് ഓഫ് കൾച്ചറിൽ വരുന്ന ജെൻഡർ റോൾ ആണ് എന്ത്, വീടുകളില് ഇപ്പൊ വിമൻ ഷുഡ് നോട്ട് ടോക്ക് ലൗഡ് അറ്റ് ഹോം. വീട്ടില് ഒരു പെൺകുട്ടി ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറയും. അതുപോലെ നമ്മൾ പണ്ടേ കേൾക്കുന്നതാണ്, അതായത് ഒരു പെൺകുട്ടിയാണ് എങ്കിൽ ആ പെൺകുട്ടി ഒരു ആണുങ്ങൾ മുമ്പിലൂടെ പോകുന്ന സമയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോയ് മുമ്പിലൂടെ പോകുമ്പോൾ കാലുമേ കാല് വെക്കാൻ പാടില്ല എന്ന് പറയും. അതുപോലെ തന്നെ വീടുകളില് പെൺകുട്ടികൾക്ക് എന്താ പറയാ, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല. അതുപോലെ എന്താണ്, പെൺകുട്ടികൾ ഒരു സമയം കഴിഞ്ഞാൽ, അതായത് എന്താണ്, ഒരു സമയം കഴിഞ്ഞാൽ ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പണ്ട് വീട്ടിൽ നിന്ന് പറയും അല്ലെ. വിമൻ കനോട്ട് ഗോ ഔട്ട് ഓഫ് ഹോം അറ്റ് നൈറ്റ്. രാത്രി കാലങ്ങളിൽ വീട്ടിന്റെ പുറത്ത് പോകാൻ പാടില്ല എന്ന് പറയും. അതുപോലെ ഈ വേർതിരിവ് നമുക്ക് ജോലി സ്ഥലങ്ങളിലും ഈ വേജസ് കൊടുക്കുന്നതിലും നമുക്ക് ഡിസ്ക്രിമിനേഷൻ കാണാം. അതുപോലെ ഒരു പെൺകുട്ടിയാണ് എങ്കിൽ ആ പെൺകുട്ടിക്ക് തന്റെ ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്നതിലും എന്താണ്, കൾച്ചർ ഒരു ജെൻഡർ റോൾ ഡിസ്ക്രിമിനേഷൻസ് അവിടെ കാണാം. അവർക്ക് അത്ര ലെസ് ഫ്രീഡം ആണ്. സ്ത്രീകൾക്ക് തന്റെ പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുന്നതിനും ഫ്രീഡം ഇല്ലാത്ത ഒരവസ്ഥ കാണാം. സോ ഇതാണ് ജെൻഡർ റോൾ ഇൻഫ്ലുവൻസ് ഓൺ കൾച്ചറിൽ വരുന്ന പോയിന്റ്സ്. ഓക്കെ. സോ അടുത്ത ഒരു ഏരിയ ആണ് എന്താണ്, നമുക്കറിയാം ജെൻഡർ റോൾ ഇൻഫ്ലുവൻസസ് ഓഫ് മീഡിയ എന്ന് പറഞ്ഞ നമുക്കറിയാം. മീഡിയ ഇൻഫ്ലുവൻസ് എ ലോട്ട് ഓഫ് ജെൻഡർ റോൾ. അതിൽ അഡ്വർടൈസ്മെന്റും മൂവീസും ടിവിയും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതിൽ ആദ്യത്തെ അഡ്വർടൈസ്മെന്റ് ആണ്, അല്ല ഒരു പരസ്യം. സോ ഈ ഒരു സെക്ടർ വിമൻ ഒരുപാട് ലാർജ് എക്സ്റ്റെൻഡിൽ എക്സ്പ്ലോയിറ്റഡ് ആണ് ഈ ഒരു അഡ്വർടൈസ്മെന്റിൽ. കാരണം ഫീമെയിൽ ബോഡിയാണ് അഡ്വർടൈസ്മെന്റിനെ എക്സ്പോസ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് സോഷ്യൽ മീഡിയയിൽ പറയുന്ന സമയത്ത് നമുക്കറിയാം, സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്ത് ഒരുപാട് രീതിയിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് മെയിനായിട്ട് ഫീമെയിലിന് വരുത്തുന്നത് അല്ലെ. അവരെ ഫീമെയിലിനെ വല്ലാതെ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ കാണാനായിട്ട് സാധിക്കും. അതുപോലെ വിമനിന്റെ അച്ചീവ്മെന്റ് അധികം എന്താ പറയാ കൊണ്ടാടാറില്ല. നേരെ മറിച്ച് ഒരു മെന്നിന് അച്ചീവ്മെന്റ് കിട്ടിയാൽ അത് ഹൈലൈറ്റ് ചെയ്തിട്ട് മീഡിയാസ് ഒക്കെ എന്താ പറയാ ആഘോഷമാക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതാണ് ലാക്ക് ഓഫ് അറ്റൻഷൻ ടു അച്ചീവ്മെന്റ്സ് ഓഫ് വിമൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഫീമെയിൽ, അതായത് ഫീമെയിലിന് നമ്മൾ ഈ ഒരു ഫിലിം അല്ലെങ്കിൽ സീരിയലില് ഹീറോ ആയിട്ടോ ഹീറോയിൻ ആയിട്ടോ കണക്കാക്കുന്നില്ല. നേരെ മറിച്ച് ഒരു മെയിലിനാണ് അവിടെ ഇമ്പോർട്ടൻസ് നൽകുന്നത്. ആൻഡ് ന്യൂസ് മേക്കേഴ്സിന്റെ കാര്യത്തിലും എന്താണ്, ഇതേ ഒരു രീതിയാണ്, ആറ്റിറ്റ്യൂഡാണ്. നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഫീമെയിലിനാണ് ഇമ്പോർട്ടൻസ് നൽകുക. നേരെ മറിച്ചാണെങ്കിൽ
എന്താണ് മെയിലാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഓക്കെ, സോ അതാണ് ന്യൂസ് മേക്കേഴ്സ്. ഇനി ജേർണലിസം ആൻഡ് ആങ്കറിങ്ങിലും ഇത് തന്നെയാണ് ഫീമെയിലിനെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇൻ റീസെന്റ് പാസ്റ്റ് വി ഹാവ് നോട്ട് സീൻ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ജേർണലിസം ഫീൽഡിൽ സ്ത്രീകളെ നമ്മൾ അധികം കാണാറില്ല. പക്ഷെ ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ അങ്ങനെ ഫീമെയിൽ ജേർണലിസ്റ്റുകാരോ ആങ്കറിങ്സോ ഒന്നും കാണാറില്ല. ഇനി അഥവാ ഇപ്പൊ ആങ്കറിങ്സ് ആയിട്ട് ഫീമെയിലിനെ വെക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു എന്താ പറയാ, ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല, നേരെ മറിച്ച് ഒരു എന്റർടൈൻമെന്റ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ഓക്കെ, പക്ഷെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറിയതായിട്ട് പറയാം.